മാമ്പൂ കണ്ടും ചായക്കടല തിരക്ക് കണ്ടും മതിമറക്കരുന്ന് കാരണന്മാര് പറഞ്ഞ എത്ര ശരിയാ. ചടങ്ങെല്ലാം കഴിഞ്ഞ ആളുകൾ പോയപ്പോ നമ്മുടെ കച്ചവടവും തീർന്നു. ഹാ, എന്തൊക്കെ കണക്കൂട്ടലായിരുന്നു. ഇത്തിരി പൊന്നു വാങ്ങിക്കണമെന്നും പണയം വെച്ച പൊന്നു തിരിച്ചെടുക്കണമെന്നും. എനിക്ക് വേണ്ടിട്ടല്ല, ദേ നിങ്ങളുടെ മോക്ക് വേണ്ടിട്ടാ. കല്യാണം ദേ ഇപ്പങ്ങെത്തും. നീ ഒരു കാര്യം ചെയ്യ്. എന്താ? നീ എവിടെയെങ്കിലും പോയിട്ട് ഒരു കത്ത് എഴുതിയിട്ട് ആത്മഹത്യ ചെയ്യും. ഞാനിവിടെ കച്ചവടവും പൊടി പിടിക്കാം, നിന്റെ ആഗ്രഹവും തീർക്കാം. ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് കുറ്റ. ഇനി നീ പറഞ്ഞ കാര്യമൊക്കെ ശരിയാ എന്ന് വെച്ച് ആരാന്റെ ചാവ് കണ്ട് മോളുടെ കല്യാണം നടത്താൻ നോക്കരുത്. നീ തനിപ്പെണ്ണാവരുത്, ഗോപാലിന്റെ ഭാര്യയായാ മതി. അവതരിപ്പിക്ക കടയിലാണ് കച്ചവടം ഇല്ല, മനുഷ്യനെ സമ്മതിക്കുന്നു വെച്ചാ എന്താ ചെയ്യുക? ഇനി പോടി. യാത്ര പറയാനായി വന്ന പോകുന്നതിന് മുമ്പ് കുമാരന്റെ ഭാര്യയും മകളെയും ഒന്ന് കാണണമെന്ന് തോന്നി. ഇവിടെ വന്നപ്പോ ഇവിടുത്തെ അവസ്ഥ കണ്ടപ്പോ മരിച്ചത് സ്വന്തം കൂടപ്പിറപ്പാണെന്ന് തോന്നി. എല്ലാറ്റിനും കൂടെ നിന്നു. എല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിക്കുക. നമുക്കതിനല്ലേ കഴിയൂ. വരട്ടെ. നിൽക്കൂ. ആരാ നിങ്ങള്? എന്റെ കുമാരേട്ടന്റെ ചിത ആളെ കത്താൻ തുടങ്ങുമ്പോ ആരും കാണാതെ മാറി നിന്ന് പൊട്ടിക്കറിഞ്ഞത് എന്തിനായിരുന്നു? നിങ്ങൾക്കും തുടങ്ങിയോ ഈ അസുഖം? ഇവിടെ വന്നപ്പം മുതൽ പലരും മാറി മാറി ചോദിച്ച ചോദ്യമാണിത്. അത് കേട്ട് കേട്ട് ഇപ്പൊ എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഞാൻ ആരാണെന്ന്. ചെറുപ്പകാലം മുതലേ ഞാൻ അങ്ങനെയാ. ലോകത്ത് ആരും മരിക്കുന്ന എനിക്കിഷ്ടമല്ലായിരുന്നു. കുമാരൻ മരിച്ചു എന്നറിഞ്ഞപ്പോഴും ഒരിക്കലും അത് സത്യമാകരുത് എന്നായിരുന്നു എന്റെ പ്രാർത്ഥന. പിന്നീട് അത് യാഥാർത്ഥ്യമാണെന്നറിഞ്ഞ നിമിഷം പ്രാർത്ഥന ആ ആത്മാവിന് വേണ്ടിയായി. കണ്ണ് നനഞ്ഞതും പൊട്ടിക്കരഞ്ഞതുമെല്ലാം അതുകൊണ്ട് തന്നെയാ. അതൊരു തെറ്റല്ലല്ലോ. ഇനിയും യാത്ര പറയുന്നില്ല. मामा दाढ़ी बचा के ले रहेंगे मामा अरे मामा അയ്യോ ദോസ്താമി കണ്ണു മുടിച്ചു പറ. സാറ് അങ്ങെ പോയി അവന്മാരെ തടഞ്ഞു നിർത്തുങ്കോ, ഇല്ലെങ്കിൽ അണ്ണാച്ചികൾ കരഞ്ഞു വിളിച്ച് ചളമാക്കും. ഞാൻ വീട്ടുകാരെ പോയി പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വരാങ്കെ. சத்தம் போடாத. இது நம்ம வீடல்ல, நம்ம ஊரும் அல்ல. ஞாபகம் இருக்கட்டும். இப்போ உங்களுக்கு என்ன வேணும்? മാമാ ബാഡി സാർ. ബോഡി ഞാൻ തരാം. എന്താ അവിടെ പ്രശ്നം? മറ്റേ സാധനെ തിരിച്ചു വേണോന്ന് അവർക്ക്. ഏത് സാധനം? ഓ, ഒന്നും അറിഞ്ഞൂടാത്തോല പോ. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ കൊണ്ടുവന്നില്ലേ, അത് തന്നെ. അതെന്താ? അപ്പൊ യുവന്മാരെ കണ്ടിട്ട് സാറിനൊന്നും മനസ്സിലായില്ലേ? സാറിന്റെ മുഖം കണ്ടാലറിയാം സാറ് വലിയ മനസ്സിന്റെ ഉടമയാണെന്ന്. കാര്യം തെളിച്ചു പറ. അതെ, ഞാനൊന്ന് കൊണ്ടുവന്നില്ലേ ഒരു ബോഡി, അത് കുമാരന്റെ അല്ല, അതൊരു തമിഴന്റെ ബോഡിയാ. പേര് കുമരൻ. KUMARAN കുമരൻ. KUMARAN കുമാരൻ. രണ്ടും ഒന്ന് തന്നെ. സാഹിബിന്റെ ഭാഷ വളരെ കറക്റ്റാ, നമ്മുടെ ഭാഷയുടെ മിസ്റ്റേക്കാ, അതുകൊണ്ട് പറ്റിപ്പോയതാ. കുമാരന്റെ ബോഡിയാണെന്ന് താൻ തറപ്പിച്ചു പറഞ്ഞതുകൊണ്ട് അന്ന് താൻ പറഞ്ഞതുപോലെ ചന്ദനമുട്ടി വെച്ച് കത്തിച്ച് കർമ്മങ്ങളും ചെയ്തു. കത്തിച്ചോ? എന്തെങ്കിലും സാധനം ആരെങ്കിലും കയ്യിലോട്ട് തന്ന അത് ഉടനെ എടുത്ത് കത്തിക്കുവോ? ഈശ്വര, ഈ തമിഴന്മാരോട് ഞാൻ ഇനി എന്തോ പറയും. അതെ, ബോഡി കത്തിച്ചു. அட பாவி, என்ன சொல்ற? ஐயோ, பாடியில கத்திய விட்டுட்டியா? അയ്യോ, കത്തിയിട്ട് കുത്തിയെന്നല്ല, ബോഡി കത്തിച്ചെന്നതാ ഇങ്ങനെ. பாடியில பட்டாசு ஊட்டியா? അയ്യോ, പൊട്ടാസ് അല്ല, ബോഡി കത്തിച്ചതിന് എരിച്ച് കൊട ഉടച്ച് കർമ്മം കഴിഞ്ഞു. கர்மம் பண்ணியாச்சா? மாமா ക്ഷമിക്കണം, ഇത് അവരുടെ രീതിയാ. எங்க மாமா பாடி எரிக்கிறதுக்கு எப்படி முடியும்?
അതിനൊരു മാച്ച് ബോക്സ് മതി. ஏய் எங்க மாமா பாடி எரிக்கிறதுக்கு உனக்கு யாரு ரைட்ஸ் கொடுத்தா? താൻ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. ബോഡി മാറ്റി കത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഇയാളാണ്. അയ്യോ, ഞാനല്ല, ഇയാളാണ് ബോഡി മാറി തന്നത്. ஏய் டேய் எல்லாம் உட்கார்றா. அவர ஆவியாக்கி சினிமா எடுக்காம விட மாட்டானுங்க. உட்கார்ந்து கர்மம் பண்ணுவோம். അതെ, ഒന്ന് എഴുന്നേറ്റ്. ஏன் எழுந்து நின்னு கர்மம் பண்ணலான்றியா? അതല്ലെന്ന്, വേറൊരു കർമ്മം ഇവിടെ ഉണ്ട്. எது? அப்படின்னா 19 நாள் நாங்க இங்கேயே இருந்து கர்மம் பண்ணதுக்கு அப்புறம் தான் போவோம். மாமா போயிட்டியா? അതെ, ഒന്ന് നിർത്ത്. നിങ്ങൾ പറയുന്ന മാത്രം അങ്ങനെ സമ്മതിച്ചു തരാനൊന്നും പറ്റില്ല. ഞങ്ങൾ കൂടെ ഒന്ന് തീരുമാനിക്കട്ടെ. അതെ, ഒന്ന് വന്നേ. ஏய் யார் அசைஞ்சறத ஸ்ட்ராங்கா இரு. குமார மாமா போயிட்டியே. സാർ വന്നേ. സാറേ, അവര് അതും ഇതൊക്കെ പറയും, നമ്മളതൊന്നും സമ്മതിച്ചു കൊടുക്കരുത്. നമുക്കൊരു 19 ദിവസം അങ്ങ് കൊടുക്കാം. ആ തമിഴന്മാർ ഇവിടെ ഒന്ന് താമസിച്ച് പെലവിളി അടിയന്തരവും കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് 20 ദിവസം അവരങ്ങ് പൊക്കോളും. പിന്നെ നമുക്കൊരു ഗുണമുണ്ട്. ഇത്രയും ദിവസം 10-45 പേർക്ക് നിങ്ങളെ ചെലവിൽ ഫുഡൊക്കെ വെച്ച് കൊടുത്ത് അങ്ങ് ഷൈൻ ചെയ്യാം. താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത്? എങ്ങനെയെങ്കിലും സമ്മതിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ അവന്മാർ എന്നെ ഇവിടെ ഇട്ട് കത്തിക്കൂ. താൻ എന്തൊക്കെയാന്ന് പറഞ്ഞത് വല്ല ഓർമ്മയുണ്ടോ? ഉണ്ട്. എന്തായിരുന്നു? വിദേശ പോലീസുകാരുമായിട്ടൊക്കെ എനിക്ക് ബന്ധമുണ്ടെന്ന് നീ സൂക്ഷിച്ചോടാ സദാശിവന്ന്. വേറെന്തൊക്കെയോ പറഞ്ഞിരുന്നല്ലോ, എന്തായിരുന്നു? സാറ് വലിയ ബുദ്ധിമാനാന്നും പറഞ്ഞു. എടോ, തന്റെയൊക്കെ തലയ്ക്കകത്ത് കളിമണ്ണാണോ? എവിടെയോ കിടന്ന ഒരു തമിഴിനെ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ കൊണ്ട് ദഹിപ്പിക്കുകയും കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുകയും ചെയ്ത് പിള്ളേരെ കളിയാണെന്ന വിചാരം? 24 മണിക്കൂറിനും തന്റെ ഈ തൊപ്പി ഞാൻ തെറിപ്പിക്കും. സാർ ഇപ്പോഴും പറഞ്ഞില്ല സാർ ആരാണെന്ന്. അതെങ്കിലും താനൊന്ന് കണ്ടുപിടിക്കും. ശരി, ആരാണെന്ന് പറഞ്ഞു? ആരാ? അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നീ നോക്കിക്കോ. ഇനി കൊല്ലങ്ങൾ എത്ര കഴിഞ്ഞാലും ഏത് സംസ്ഥാനത്ത് ഞാൻ കേറി നിരങ്ങേണ്ടി വന്നാലും ശരി, കുമാരന്റെ ഒറിജിനൽ ബോഡിയായിട്ട് ഈ സൈമൺ സെബാസ്റ്റ്യൻ ഈ വീടിന്റെ പടി ചവിട്ടു. കമാൻ, രക്ഷപ്പെടാം. ஜெய் குமார மாமா. குமார மாமா வந்தாச்சு, குமார மாமா வந்தாச்சு. ஏச்சி, குமார மாமா வரலையா? எனக்கு வலி வந்துருச்சு. கால் மேல நிக்கிறான் பாரு, எடா கால. வலியில கத்துனா ஆவின்னு முடிவு பண்ணிட்டீங்களா? குமார மாமா, 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 குமார மாமா. டேய், இதுல மாமாவுடைய எலும்பு இருக்கு. யாராவது வெளியே எடுத்து பாத்தீங்க, உங்க எலும்ப வெளியில உருவிடுவேன். ஜாக்கிரதை. குமார மாமா, குமார மாமா, குமார மாமா, குமார மாமா, குமார மாமா, குமார மாமா. ஏய், എന്താ ഇവിടെ ചെയ്യുന്നത്? குழி தோன்ற சார். കുമാര മാമാ, കുമാര മാമാ. നിർത്ത്.